നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായാലും ശബരിമല സ്വർണ്ണപ്പാളി കേസായാലും അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുപാട് പിടിച്ചു കുലുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്, വോട്ടെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഞങ്ങൾ രാവിലെ പോയ എല്ലാ ബൂത്തുകളും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിഞ്ഞു. ശക്തമായ പോളിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം ചില വോട്ടെടുപ്പ് കാഴ്ചകളിലൂടെ. രാജേട്ടൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്, മാത്രമല്ല ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. വളരെ പ്രതീക്ഷ നിർഭരമായിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നമ്മൾ നേടിയ വോട്ട് അത്രത്തോളം ശക്തമായ ലീഡ്, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റിയിൽ 33 ബൂത്ത് 29 ബൂത്ത് BJP ഒന്നാം സ്ഥാനത്താണ്. ആ ഒരു ആത്മവിശ്വാസം, പിന്നെ കാൻഡിഡേറ്റ്സിൻ്റെ ആ മഹിമ എല്ലാം കൂടെ ഗുണം ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വോട്ടറിന് ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. വിശ്വാസം ഒരു വിഷയമാണല്ലോ, തീർച്ചയായിട്ടും വോട്ടർമാരെ അത് സ്വാധീനിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പ്രശാന്ത് അണ്ണനാണ്, അഡ്വക്കേറ്റ് ആണ്, ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. എങ്ങനെ വിശ്വാസം എങ്ങനെയാണ്? കോൺഗ്രസ് പാർട്ടി വിജയിക്കും തന്നെയാണ് നമ്മുടെ ഏക പ്രതീക്ഷ. നല്ല പോളിംഗ് ഉണ്ട്. പോളിംഗ് നിലവാരത്തിൽ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പോലെ നിങ്ങളെ ബാധിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നമ്മളെ ബാധിക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണവും BJPയുടെ ഭരണവും കമ്മ്യൂണിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കാണ് വിജയ പ്രതീക്ഷ. ചേട്ടൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്, നമ്മൾ വളരെ പരിചയക്കാരൻ കൂടിയാണ്. ചേട്ടാ, വിജയ പ്രതീക്ഷയുണ്ടോ? 100% ഉണ്ട്. ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിഷയമൊക്കെ ബാധിക്കുമോ വോട്ടെടുപ്പിന്? വല്ലോ അത് ഇതിനെ ബാധിക്കില്ല. ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. നമ്മുടെ രാജണ്ണനാണ്. രാജണ്ണൻ ഞാൻ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു, അദ്ദേഹവും മത്സരിക്കുകയാണ്. അണ്ണ എങ്ങനെയാണ് ഇവിടെ വിജയപ്രതീക്ഷ? നല്ല വിജയപ്രതീക്ഷ. ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ഈ ഒരു വോട്ടെടുപ്പ് നടക്കുന്നത്. അതൊക്കെ ബാധിക്കുമോ കൃഷ്ണനെ? എന്ത് രാഷ്ട്രീയ പ്രശ്നം? രാഷ്ട്രീയം നമ്മളല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ലേ ഈ രാജ്യത്തെ പാവങ്ങളെ സഹായിക്കുന്നതും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കണ്ട് ഏറ്റവും ഇന്ത്യയിലെ തന്നെ മഹത്തായ ഒരായി കേരളം മാറുകയാണ്. അപ്പം തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതെ, ഏറ്റവും നല്ല പ്രതീക്ഷയാണ്. കേരള ഇടതുമുന്നണി നേടുമോ? പിന്നെ ഉറപ്പ്. പെൻഷനെ കണ്ടില്ല 2000 രൂപയാക്കി, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി. അതുപോലെ തന്നെ പട്ടിണി പാവങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, അങ്ങനെ എല്ലാ സഹായങ്ങളും ഈ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വികസന രംഗത്തും അതേ കാഴ്ചപ്പാടില്ല. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം ജനങ്ങൾക്ക് അറിയാവുന്ന സ്ഥാനാർത്ഥികൾ, കാരണം അവരുടെ ചുറ്റുവട്ടത്തുമുള്ള സ്ഥാനാർത്ഥികൾ, അവർക്ക് പരിചയമുള്ള സ്ഥാനാർത്ഥികൾ, അങ്ങനെ വ്യക്തികളെ നോക്കിയായിരിക്കും ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പോകുക. സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് അല്ലേട്ടാ? തോട്ടുവാരം 29-ാം വാർഡ് രാജു വിജയകുമാർ ഉദയകുമാർ. ശക്തമായ മത്സരമാണ്. ശക്തമായ മത്സരം. പ്രതീക്ഷയുണ്ടോ? ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ അവർ തന്നെ നിൽക്കുന്നുണ്ടില്ലേ, അവർ തീരുമാനിക്കും. അവരുടെ മനസ്സിലെന്താണെന്നുള്ള അവർ ഇവിടെ അത് ശക്തമായി രേഖപ്പെടുത്തും. അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ. അവരല്ലേ ഇതിൻ്റെ. പ്രശാന്ത് എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. പുള്ളിക്ക് വേണ്ടി നമ്മൾ, എൻ്റെ വാർഡ് 9-ാം വാർഡാണ്, പക്ഷെ നമുക്ക് അവിടെ സുഹൃത്തുക്കളുണ്ട്, ഇവിടെ സുഹൃത്തുക്കളുണ്ട്. അതിലേക്ക് പുള്ളിക്കാരുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത്രയുള്ള വിജയാശംസകൾ നേരുന്നു. സ്ഥാനാർത്ഥിയാണ്. ഏത് വാർഡാണ്? 28-ാം വാർഡ്. വിജയപ്രതീക്ഷയുണ്ടോ? കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലേ? അതെ. വിജയപ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. എന്താണ് പ്രൊഫഷൻ? വീട്ടമ്മയായിരുന്നു, ഇപ്പൊ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നു. ശരി, ഏതായാലും എല്ലാ സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തോടെ ഇവിടെ ഉണ്ട്. ജനങ്ങളെ സ്വീകരിക്കാനൊക്കെ ഇവിടെ ഉണ്ട്. ആര് വരുമെന്ന് നമുക്ക് പറയാക്കൂല. ജനങ്ങളെ കയ്യിലിരിക്കില്ല സാറേ. ഓൺ ചെയ്താ ആൾക്കാർ ഒരുപോലെ ആയിരിക്കില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേട്ടോ. കാരണം വെച്ചാലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മൾ പാർട്ടിയെക്കാളെ കൂടുതൽ വ്യക്തികളെയാണ് നോക്കുന്നത്. വ്യക്തി വരുന്നപ്പോ മെയിനായിട്ട് രാജു വരും. ആരും വരും, ആരും നേടും, കണ്ടറിയാം. ഈ 13-ാം തീയതി വെയിറ്റ് ചെയ്യണം. 13-ാം തീയതി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ആര് വരും? LDF. ചേട്ടാ, പ്രതീക്ഷ എന്താണ്? അധികാരത്തിൽ വരും. ഈ ശബരിമല ഇഷ്യൂ ഒക്കെ അതൊക്കെ പ്രതിഫലിക്കുമോ? അതുപോലെ കോൺഗ്രസിനെ മലട്ടുന്ന വിഷയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമണ്ട്. അതൊരു വിഷയമല്ല. നിങ്ങൾ പ്രവർത്തനല്ലേ? വാർഡാണ്. 30-ാം വാർഡ് നമ്മുടെ കൈ തന്നെയാണ്. കഴിഞ്ഞ 20 വർഷം അവർ ഭരിക്കില്ലേ, 20 വർഷം നമ്മളെ കൈ തന്നെ. ഉറപ്പാണ്. ഏതായാലും എല്ലാ പാർട്ടിക്കാരും, ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും എല്ലാം ഒരേപോലെ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇത് ഒരു കാരണവശാലും പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഓരോ സ്ഥലത്ത് നിൽക്കുന്ന ആളുകൾ, അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ, അവരുടെ കഴിവും അവർ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, അതൊക്കെ ആയിരിക്കും വോട്ടായി മാറാൻ പോകുന്നത്.
ഏതായാലും 13-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. കേരളമാകെ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. 13-ാം തീയതി ആകുമ്പോൾ അറിയാനും കഴിയും കേരളത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനൊക്കെ ആരൊക്കെ ഭരിക്കുമെന്ന് നമുക്ക് 13-ാം തീയതി വൈകുന്നേരത്തോടെ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.